ഒരു ഉദ്യോഗസ്ഥൻ ഒരു ഔദ്യോഗിക കാർ ഇനി ദുരുപയോഗം നടക്കില്ല. നിയമം പുറത്തിറക്കി സർക്കാർ. തൊഴിൽ വാഹനങ്ങളുടെ ദുരുപയോഗം തടയുന്നതിനായി ഒരു ഉദ്യോഗസ്ഥൻ ഒരു വാഹനം എന്ന ആശയം നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാർ. മുതിർന്ന ഉദ്യോഗസ്ഥർ ഏതെങ്കിലും വകുപ്പിന്റെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ അധിക ചുമതല വഹിച്ചാലും ഒന്നിലധികം സർക്കാർ വാഹനങ്ങൾ ഒഴിവാക്കാനാണ് കേന്ദ്ര സർക്കാർ ഈ നയം കർശനമായി നടപ്പാക്കുന്നത്. ഉദ്യോഗസ്ഥരുടെ കാറുകൾ സംബന്ധിച്ച് പുതുക്കിയ മാനദണ്ഡം കർശനമായി നടപ്പാക്കണമെന്ന് കേന്ദ്ര ധനകാര്യ മന്ത്രാലയം കീഴിലുള്ള ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്സ്പെൻഡിച്ചർ മറ്റ് വകുപ്പുകളോട് ആവശ്യപ്പെട്ടു. കേന്ദ്ര സർക്കാർ വകുപ്പുകളിലുള്ള വാഹനങ്ങളുടെ ഉപയോഗം സംബന്ധിച്ച നിയമങ്ങൾ ഏകീകരിച്ച് 2022 സെപ്റ്റംബറിൽ പുറപ്പെടുവിച്ച നിയമങ്ങൾക്ക് കൂടുതൽ കരുത്തേകുന്നതാണ് ഉത്തരവ്. ഏതെങ്കിലും ഒരു വകുപ്പിന്റെയോ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയോ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയോ അധിക ചുമതല കൂടി വഹിക്കുന്നുണ്ടെങ്കിൽ അർഹതയുള്ള ഉദ്യോഗസ്ഥന് ലഭിക്കാൻ അവിടെ നിന്നും സർക്കാർ വാഹനങ്ങൾ അനുവദിക്കാൻ പാടില്ല. പകരം ആദ്യം അനുവദിച്ച കാർ തന്നെ എല്ലാ വകുപ്പുകളുടെയുമായി ഉപയോഗിക്കേണ്ടതാണ്. യാത്രകൾ, സർക്കാർ അനുവദിച്ചിട്ടുള്ള യാത്രകൾ എന്നിവയ്ക്കല്ലാതെ സർക്കാർ ഉടമസ്ഥതയിലുള്ള വാഹനങ്ങൾ ഉപയോഗിക്കുന്നതിൽ നിന്നും ഈ നിർദ്ദേശങ്ങൾ ഉദ്യോഗസ്ഥർ വിലക്കുന്നുണ്ട്. അധികമായുള്ളതും സാധനങ്ങൾക്ക് ഉപയോഗിക്കാത്തതുമായ വാഹനങ്ങൾ സ്വകാര്യതയ്ക്ക് നൽകാതെ സുരക്ഷിതമായി സൂക്ഷിക്കണമെന്നാണ് കേന്ദ്രങ്ങൾക്ക് സർക്കാർ നൽകിയിരിക്കുന്ന നിർദ്ദേശം. സർക്കാർ വിഭവങ്ങളുടെ കാര്യക്ഷമത മെച്ചപ്പെടുത്താനും ദുരുപയോഗം പരമാവധി തടയാനും യാത്രകളുടെ പേരിലുണ്ടാകുന്ന ചിലവുകൾ നിയന്ത്രിക്കുന്നതിനുമാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ നീക്കം. അർഹതയുള്ള ഉദ്യോഗസ്ഥൻ വാഹനം എന്ന ആശയത്തിലൂടെ സർക്കാർ വാഹനം നടത്തി വിതരണവും കൂടുതൽ കാര്യക്ഷമവുമാവുകയും സാമ്പത്തിക അച്ചടക്കം ഉറപ്പാക്കുകയും ചെയ്യും. കേന്ദ്ര സർക്കാരിന്റെ പ്രതീക്ഷ ധനകാര്യ മന്ത്രാലയത്തിന് കീഴിലുള്ള ചിലവ് വകുപ്പ് അടുത്തിടെ പുറത്തിറക്കിയ ഒരു ഓഫീസ് മെമ്മോറാണ്ടത്തിൽ സ്റ്റാഫ് കാറുകളുടെ ഉപയോഗം സംബന്ധിച്ച് പുതുക്കിയ മാർഗനിർദ്ദേശങ്ങൾ കർശനമായി നടപ്പിലാക്കാൻ എല്ലാ കേന്ദ്ര മന്ത്രാലയങ്ങളോടും വകുപ്പുകളോടും നിർദ്ദേശിച്ചു. 2022 സെപ്റ്റംബറിൽ ആദ്യമായി പുറപ്പെടുവിച്ച സമഗ്രമായ നിർദ്ദേശങ്ങൾക്ക് അനുബന്ധമായും ശക്തിപ്പെടുത്തുന്നതുമായ ഒരു ഉത്തരവ് കേന്ദ്ര ഗവൺമെന്റിലുടനീളം ഔദ്യോഗിക വാഹനങ്ങളുടെ ഉപയോഗം നിയന്ത്രിക്കുന്ന നിയമങ്ങൾ ഏകീകരിച്ചു. പുതിയ മാനദണ്ഡങ്ങൾ പ്രകാരം ഒരു ഔദ്യോഗിക സ്റ്റാഫ് കാറിന് ഇതിനകം അർഹതയുള്ള ഒരു ഉദ്യോഗസ്ഥന് മറ്റൊരു മന്ത്രാലയം, വകുപ്പ്, പൊതുമേഖലാ സ്ഥാപനം അല്ലെങ്കിൽ സ്വയംഭരണ സ്ഥാപനം എന്നിവയുടെ അധിക ചുമതല നൽകിയിട്ടുണ്ട്. എന്നതുകൊണ്ട് മറ്റൊരു സർക്കാർ വാഹനം അനുവദിക്കാൻ കഴിയില്ല. പകരം ഉദ്യോഗസ്ഥർക്ക് ഇതിനകം നൽകിയിട്ടുള്ള സ്റ്റാഫ് കാർ തുടർന്നും ഉപയോഗിക്കണം. ഔദ്യോഗിക ജോലികൾക്കോ അംഗീകൃത ടൂറുകൾക്കോ ഒഴികെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, സ്വയംഭരണ സ്ഥാപനങ്ങൾ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ എന്നിവയുടെ വാഹനങ്ങൾ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർ ഉപയോഗിക്കുന്നത് നിരോധിക്കാനും മെമ്മോറാണ്ടം നിർദ്ദേശിക്കുന്നു. അധികമുള്ളതോ ഉപയോഗിക്കാത്തതോ ആയ വാഹനങ്ങൾ അനൌദ്യോഗിക ഉപയോഗത്തിന് വിടുന്നതിന് പകരം സുരക്ഷിതമായി സൂക്ഷിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ മന്ത്രാലയങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഭരണപരമായ കാര്യക്ഷമത മെച്ചപ്പെടുത്തുക, സർക്കാർ വിഭവങ്ങളുടെ ദുരുപയോഗം തടയുക, ഔദ്യോഗിക ഗതാഗതത്തിനുള്ള ഒഴിവാക്കാവുന്ന ചിലവുകൾ കുറയ്ക്കുക എന്നിവയാണ് പുതുക്കിയ നിർദ്ദേശങ്ങൾ ലക്ഷ്യമിടുന്നതെന്ന് ചിലവ് വകുപ്പ് അറിയിച്ചു. ഒരു അർഹതയുള്ള ഉദ്യോഗസ്ഥൻ ഒരു ഔദ്യോഗിക കാർ തത്വം മന്ത്രാലയങ്ങളിലും വകുപ്പുകളിലും സ്റ്റാഫ് കാറുകളുടെ മാനേജ്മെന്റ് കാര്യക്ഷമമാക്കുകയും സാമ്പത്തിക അച്ചടക്കം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. സർക്കാർ ഓഫീസുകളിലെ സ്റ്റാഫ് കാറുകളുടെ ഉപയോഗം സംബന്ധിച്ച കേന്ദ്രത്തിന്റെ നിർദ്ദേശങ്ങൾ സമഗ്രമായി അവലോകനം ചെയ്യുകയും ഏകീകരിക്കുകയും ചെയ്ത 2022 സെപ്റ്റംബർ 1 എക്സ്പെൻഡിച്ചർ വകുപ്പിന്റെ മാസ്റ്റർ ഓഫീസ് മെമ്മോറാണ്ടത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഏറ്റവും പുതിയ നിർദ്ദേശം. എല്ലാ മന്ത്രാലയങ്ങളും വകുപ്പുകളും ഈ മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്ന് സർക്കാർ ഇപ്പോൾ ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.